ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് കോട്ടയം പ്രസിഡന്റായ ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം ദേശാഭിമാനിയിലെത്താൻ ഇടവന്നത്. ദേശാഭിമാനിയിലെത്തുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരിക മേഖലയിലെ ചില കൂട്ടായ്മകൾ, പ്രത്യേകിച്ചും ചെന്നാമറ്റത്തെ വായനശാലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വാർഷിക സമ്മേളനം വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചത് പങ്കെടുത്ത പിന്നീട് ഞങ്ങൾ നഗരവും സാംസ്കാരിക കേന്ദ്രത്തിന് രൂപം കൊടുക്കുന്നത് പൊൻകുന്നം വർക്കി സാറിന് എഴുത്തച്ഛൻ പുരസ്കാരം, ആദ്യമായി ദർബാർ ഹാളിന് വെളിയിൽ എഴുത്തച്ഛൻ പുരസ്കാരം വർക്കി സാറിന് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി. അന്നത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബാബു, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സാർ DK ഉണ്ട്. ഇത് പാമ്പാടി വെച്ച് കൊടുക്കാൻ സൗകര്യമുണ്ടാകുന്നു. അപ്പോൾ വകുപ്പ് സെക്രട്ടറി പറഞ്ഞു, ഇത് സാധാരണ ഡബ്ബാഹാറിന് വേണ്ടി കൊടുക്കാറില്ല, അതിനൊരു ചെലവിടാൻ 5000 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു പൈസയും തരണ്ട, പാകിസ്ഥാനായാലും തിരുവനന്തപുരത്ത് വാങ്ങിച്ചുണ്ടാവില്ല, ശാരീരികമായ വൈകി എൻ്റെ മുഴുവൻ ചുമതല ഞാൻ കിട്ടുന്നതാണ്. അങ്ങനെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഡബ്ബാഹാറിന് വേണ്ടി ആദ്യമായി പുറത്തു കൊടുത്തത് പാമ്പാടി. സാധാരണ 10-40 പേര് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷേ 4000-ഓളം ആളുകൾ ഒരു ചടങ്ങ് വെച്ച് ഒരു ഹംസരഥത്തിൽ സത്യം പറഞ്ഞ ഈ കാലഘട്ടത്തിൽ കോട്ടയം പ്രശ്നത്തിന് ഒരു കനത്ത നഷ്ടത്തിൻ്റെ ഒരു കാലമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കേരളത്തിൽ മറ്റേത് പ്രശ്നങ്ങളൊക്കെ സാഹോദര്യ ബന്ധവും വ്യക്തിബന്ധവും നിലനിർത്തുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളതാണ്. ജനനി വാരികയിൽ വരുന്ന സമയത്ത് ഈ ജനനി വാരികയുടെ ഉടമ തോമസ് ചെമ്പാട്ടിന്റെ വളരെ അടുത്ത ഒരു ദിവസം തോമസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ വിജി കുര്യൻ എന്ന് പറയുന്ന ഒരാളിനെ അറിയാവുന്ന ചോദിച്ചു, പാമ്പാടിക്കാരനെ അറിയാവുന്ന ചോദിച്ചു. നമ്മളാണ് ആളെഴുതുന്നത് നമ്മുടെ കഴിവുള്ള എനിക്ക് പരിചയം, നല്ല പരിചയമുള്ള ആളാണ്, നല്ല സൗമ്യനാണ്. അദ്ദേഹം നമ്മുടെ ഇന്റർവ്യൂവിൽ വന്നു സബ് ഡിഫറൻറ്റ് എടുത്താൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. നമ്മൾ ഒരു കുഴപ്പമില്ല, തൈകട്ടു. അങ്ങനെയാണ് വിജി കുര്യൻ ജനനി വാരികയിൽ. ജനനി വാരിക വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ സമയത്ത് നടന്നു പോയിരുന്നു. ഞങ്ങളൊരു 2-2.5 കിലോമീറ്റർ നീളം വീതിയിൽ ഞങ്ങൾ മാറി. എൻ്റെ സഹോദരിയുടെ പിതാവ്, അവർ 4 പെണ്ണും ഒരാണ്. 16-ാമത്തെ വയസ്സിൽ ഒരു ലോറിയെ കാണാനുള്ള ജിജ്ഞാസ ഞങ്ങൾ ജീവിപ്പിക്കപ്പെട്ടതാണ്. സർവ്വസാധാരണമായി നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു. അതുപോലെയാണ് പിന്നീട് എല്ലാ രീതികളും ഈ ലോകത്തെയും കൃത്യമായിട്ട് പറഞ്ഞു.
പുള്ളി ലോകത്തെയും സമീപിച്ചത്. ഇപ്പം ഈ ലോകം ഇടിഞ്ഞു വീഴാൻ പോകാന്ന് പറഞ്ഞാൽ ബിജി കുര്യൻ്റെതായ ഒരു രീതിയുണ്ട്. നമ്മൾ പല മനുഷ്യർ ഇവിടെ ഇരിക്കുന്ന ഒരു 40 പേരും 40 രീതിയിലാണ് എങ്ങനെ പെരുമാറുന്ന അറിയാൻ കഴിയില്ല. പക്ഷേ ഈ ലോകം കെട്ടിടമെന്ന് ചിലപ്പോൾ ഇടിഞ്ഞു വീഴും ഒരു സെക്കൻഡിനുള്ളിൽ എന്ന് പറഞ്ഞാലും വളരെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനെ നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വവും ഒരു സ്വഭാവ രീതിയുമായിരുന്നു ബിജി കുര്യൻ്റെ. വലിയ പ്രതീക്ഷ. പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ 6 മണിക്ക് ബിജി കുര്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത എന്നെ വിളിച്ചറിയിച്ചത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ, മംഗളത്തിന്റെ ചീഫ് എഡിറ്റർ സാബു വർഗീസ്. പുള്ളിക്കും വിശ്വസിക്കാനാവുന്നില്ല, ശരിയാണോ ഹക്കീമെ എന്ന് ചോദിച്ചു. ഞാനിപ്പം നോമ്പുകാരനൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി വൈകിയാണ് എഴുന്നേറ്റത്. ഞാൻ പെട്ടെന്ന് മാനം എടുത്ത് നോക്കിയപ്പോൾ ബിജി കുര്യന്റെ ഗ്രൂപ്പിൽ മരണവാർത്തയുണ്ട്. അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും സജീവമായിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ബിജി കുര്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ സൗമ്യനാണ്, അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കില്ല. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിർ പ്രതിപക്ഷത്തുള്ള പാർട്ടി നേതാക്കന്മാർ വരുമ്പോൾ പോലും വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ്